എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ ചെറിയ ഫാമിന്റെ വിശേഷങ്ങളാണ്. ഞങ്ങളെ ബെറ്റ ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരൂ, കാണിച്ചു തരാം. ചെറിയ രീതിയിൽ എങ്ങനെ ബെറ്റാസിന് വളർത്താം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ എല്ലാം 4 മാസം പ്രായമായിട്ടുള്ള ബെറ്റാസുകളാണ്. ഇതൊക്കെ വളർത്താൻ സുഖമാണ്. ചെറിയൊരു ചുറ്റുപാട് പോലെ ഇരുമ്പെന്ന് വെച്ച് 2 മീറ്റർ ഇങ്ങനത്തെ ഷീറ്റ് കിടക്കും. മീറ്ററാണ് 20 രൂപ വരുന്നുള്ളൂ. അങ്ങനത്തെ ഷീറ്റ് വെച്ചിട്ട് ആകെ ഒരു കൈപ്പത്തിൽ അതിലത്തെ വെള്ളം വേണ്ടോ, അധികമൊന്നും വേണ്ട, ഒരു 3-5 വെള്ളം വേണ്ടോ, ഇവർക്ക് അത്ര മതി. അപ്പോൾ അത്രയും വെള്ളത്തിലാണ് ഇവർ ഇട്ടുള്ളത്. ഇവർക്ക് ഒരു 4 മാസം പ്രായമായിട്ടുണ്ട്. ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കാട്ടുണ്ട്. പക്ഷെ ഇവര് ശരിയാവും തോന്നുന്നില്ല. ഇവര് പതകളൊക്കെ കുറച്ചിട്ടിട്ടുള്ളൂ. ഇവര് നമ്മളൊരു കണക്ഷൻ വേണ്ടി വന്നിട്ടില്ല, മാറ്റിയിട്ടുണ്ട് വരും. അതുപോലെ തന്നെ ഇതില് ബ്രീഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ 10 അടിയിലൊക്കെ കുട്ടികളുണ്ട്. മെയിൽ ഇതിലുണ്ട്, ഫീമെയിൽ ഞങ്ങൾ എടുത്ത് മാറ്റി. ബ്രീഡിങ് കഴിഞ്ഞ് ഒരു 4 മണിക്കൂറുള്ള ഞങ്ങൾ ഫീമെയിൽ എടുത്ത് മാറ്റിയതാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തേല് ഇതൊരു സെറ്റായി വരുന്നു. പതകളൊക്കെ ഇട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഈ ഫീമെയിലിനെ എനിക്ക് ഇറക്കി വിടാൻ. പിന്നെ ഹൈഡ് ചെയ്യാനുള്ള ഇലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ബ്രീഡാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഈ ഫ്രിഡ്ജിന്റെ ഡോറിൽ നമുക്ക് സൗകര്യം, അത് നമുക്കൊരു 4 സെറ്റ് ഒരുമിച്ച് നമുക്കൊരു ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതിപ്പോ ബ്രീഡ് ചെയ്യിപ്പിച്ചില്ലാണ്. ഇതിൽ മെയിലുണ്ട്, കുട്ടികൾ നടക്കുന്നു. എല്ലാം ഒരാഴ്ച പ്രായമായിട്ടുള്ള കുട്ടികളാണ്. അതുപോലെ തന്നെ ഇതില് രണ്ടാഴ്ച പ്രായമുള്ള കുട്ടികളാണ്. ഇത് രണ്ടിലും കൂടിയിട്ട് ഉള്ളത്. ഇപ്പുറത്തേല് അതുപോലെ ഒരാഴ്ച പഴക്കമുള്ള കുട്ടികളാണ്. ഈ ടാങ്ക് ക്ലീൻ ചെയ്യാറായിട്ടുണ്ട്. ഇപ്പൊ മാറ്റി കഴിക്കാലോ. അപ്പൊ അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട വിധത്തിലാണ്. മഴക്കാല കാരണം വെള്ളത്തിന്റെ ഒരു മാറ്റം ഉണ്ടായിരിക്കും, അതുകൊണ്ട് വെള്ളം മാറ്റാണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോ ഇപ്പുറത്തേല് അതുപോലെ കുട്ടികളുണ്ട്. ഒരാഴ്ച പഴക്കമുള്ളതാണ്. അത്യാവശ്യം പേടിക്കുന്ന കുട്ടികളൊക്കെ ഒക്കെയാണ്. അതുപോലെ തന്നെ ഈ ടാങ്കില് 10-20 കുട്ടികളുണ്ട്. വെള്ളം വളരെ കുറവാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവർക്ക് അത്രയധികം വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇവര് മുകളിൽ തന്നെയാണ് ശ്വാസം എടുക്കുന്നത്, കാരണം വെള്ളം കുറച്ച് മതി. അത്യാവശ്യം ഒരു 3 ബ്രീഡിങ്ങുള്ള കുട്ടികളെ ഇതിലിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ ഒരു 4 മാസം പ്രായമായിട്ടുള്ള കുട്ടികളാണ് ഇതിലുള്ളത്. ഇതിപ്പോ അത്യാവശ്യം സൈലൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ഇതിലുള്ളത് 3 മാസം പ്രായമുള്ള കുട്ടികളാണ്. കുറെ വെറൈറ്റീസുകളുണ്ട്. നമ്മളിതിൽ കുറെ വെള്ള ഒക്കെ ഉണ്ടായിരുന്നു. വെള്ളകളൊക്കെ മാറ്റിയിട്ട് ഇതിൽ കുറെ കല്ലൂടി ചാവുന്നുണ്ട്. ഇത് പല ബ്രീഡിങ്ങുള്ള കാരണം അങ്ങനെ കല്ലൂടി ചാവുന്നത് വെള്ളയിലൊക്കെ മാറ്റിയിട്ട്. അതുപോലെ തന്നെ ആ മൂലികളുടെ ചെറിയ ബ്രീഡിങ് കഴിഞ്ഞ് എടുക്കുന്നുണ്ട്. ഒരു 1.5 ആഴ്ച ആയിട്ടുള്ളൂ. വെയിലിനടുത്ത് മാറ്റി. പിന്നെ ഇതിലുള്ളത് ഒരു 2.5 ആഴ്ച ഉണ്ടാവും. പല വെറൈറ്റീസ് കളറാണ്, കൂടുതലും വെള്ള, അതുപോലെ തന്നെ മഞ്ഞ മിക്സ് ചെയ്തിട്ടുള്ള കളറുകള്, ചോപ്പ് മിക്സ് ചെയ്തുള്ള കളറുകള്. ഒരു 10 മേലെ ഉണ്ട് ഇതില് കുട്ടികളെ. അതുപോലെ തന്നെ ഈ വെള്ളകളെ മാറ്റിയിട്ട് പറഞ്ഞല്ലോ, ഈ വെള്ളകളെ മാറ്റിയിട്ടുള്ളത് അത്യാവശ്യം നല്ല വെറൈറ്റി കളറുകളാണ്. വെള്ളകള് ചിലത് ബ്ലാക്ക് മിക്സിംഗ് ഉണ്ട്, ചില നീല മിക്സിംഗ് ഉണ്ട്. നമുക്ക് നല്ല പ്രത്യേകം ഭംഗിയിൽ വരാൻ മാറ്റിയിട്ട് ഉണ്ടാവും. അതൊക്കെ എന്തായാലും അറിയുന്നത് ഏതൊക്കെ കളർ വരുന്നത് അതുപോലെ മാറ്റിയിട്ടിരിക്കാണ്. പിന്നീടത് ഈ മരത്തിന്റെ പെട്ടിയിലാണ്. ഇതൊക്കെ നമ്മള് 1.5 മീറ്ററിന്റെ ഷീറ്റ് മേടിച്ചിട്ട് മരപ്പെട്ടിയിലിട്ട് വെള്ളം ഒഴിച്ചെടുക്കണം. ഇതൊക്കെ ഒരു മാസം പ്രായമായിട്ടുള്ള കുട്ടികളുണ്ട്. ഇതൊരു വെറൈറ്റി കളറൊക്കെ ഉണ്ട് കുറെ. അത് കാരണമാണ് ഇവര് ഒരുമിച്ചിടാത്തത്. ഇത് എന്തായാലും നല്ല ഭംഗിയായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ മാറ്റാണ്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഉള്ളത് ഇതിപ്പോ ഒരു 4 മാസം പ്രായമുള്ള കുട്ടികളാണ്. ഇതിപ്പോ കടയിലേക്ക് സൈഡിൽ പോയി തുടങ്ങിയിട്ടുണ്ട്. ഒരു സെറ്റ് പോയി. ഇതിപ്പോ 2ാമത്തെ ഇറക്കിയതാണ്. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. ഇത് വലുതായി കഴിഞ്ഞാൽ മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഒക്കെ നല്ല വെറൈറ്റീസ് കളറുണ്ട്. സോപ്പ് മിക്സിംഗ് ആണ് നമ്മുടെയൊക്കെ കൂടുതൽ. ബോട്ടിൽ ഒരു 2 മാസം ആകുമ്പോൾ അവർ മാറ്റിയതാണ്. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ ബോട്ടിൽ ക്ലീൻ ചെയ്യണം. ഇവർക്ക് ഭക്ഷണം കൂടുതൽ കൊടുക്കുന്നത് പ്രോട്ടീൻ്റെ ഭക്ഷണങ്ങളാണ്. തൽക്കാലം നമുക്ക് ഉണ്ടാക്കാൻ മാർഗമില്ല. കാരണം ആ പ്രതീക്ഷ കഴിയുന്നു. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആർട്ടിനെയാണ് കൊടുക്കുന്നത്. ആർട്ടിനെ നമ്മൾ ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് മേടിച്ചെടുക്കുന്നത്. ഈ ബോട്ടിൽ ഒരു 10-300 ഉണ്ടാവും. ഇതാണ് ആർട്ടിനിയ. ഇങ്ങനത്തെ ഒരു ഗുളികയിലാണ് ആർട്ടിനിയ. ഈ സംഭവം നമ്മള് ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ട് ഒരു കാഭാഗം വെള്ളം മറിച്ച് അതിൽ ഉപ്പിട്ടതിന് ശേഷം ആ ഉപ്പ് നല്ലോണം അരിയിപ്പിക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗുളിക ഇതിൽ പൊട്ടിച്ചിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുത്ത്
24 മണിക്കൂർ, അതായത് തലേ ദിവസം വൈകുന്നേരം പിറ്റേ ദിവസം കാലത്ത് ഒരു 10 മണിയാകുമ്പോഴേക്കും അതെല്ലാം വിരിഞ്ഞുണ്ടാവും. ഒന്നും വിരിയാണ്ടിരിക്കുന്നില്ല, എല്ലാം വിരിഞ്ഞ് സെറ്റാണ്. നമ്മൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് പകുതി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതെന്ന് പിന്നെ വിരിയിക്കാൻ വലിയ പ്രയാസമില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് ചേർക്കണമെന്നേ ഉള്ളൂ. പിന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ശരി, ഇതാണ് ഞങ്ങളുടെ ചെറിയ ഫാം. അതുപോലെ തന്നെ ഞങ്ങള് കാക്കകളും ഇതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി നെറ്റൊക്കെ കെട്ടി സെറ്റാണ്. ചെമ്പോത്തും അതുപോലെ തന്നെ കാക്കകളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മീനുകളൊക്കെ കൊത്തിപ്പോയി ഞങ്ങൾക്ക് പുറത്ത് പോയി വരുമ്പോഴേക്കും അപ്പോഴാണ് മനസ്സിലായത് വലട്ട് ഇല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഞങ്ങള് വലട്ട് സെറ്റാക്കി. അപ്പൊ എല്ലാവർക്കും ശരി.